മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു തന്നതാണ്. മൻ തതറഫൻ, ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചാൽ, തരത്തിലുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, ജ്യോത്സ്യന്മാര്, ഇവരെയൊക്കെ ആരെങ്കിലും, കണക്കന്മാര്, മഷിനോട്ടക്കാര്, അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും സമീപിച്ചിട്ട് ഫസഅലഹു അൻ ശൈഇൻ, അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. വിശ്വാസമൊന്നുമില്ല, എന്താ പറയണെന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നെറ്റില് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കാത്തുത്തിരിക്കുകയാണ്. വിശ്വാസമൊന്നുമില്ല, എന്നാലും എന്താ എന്നെ കുറിച്ച് പറയുന്നത്, അപ്പുറത്തുനിന്നൊന്ന് നോക്കുക. ഇത് ചെയ്യുന്ന ആയിരങ്ങളുണ്ട്. അവനെ തന്നെയാ ഇവര് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അവനെ എനിക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പോലും പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പരീക്ഷണാർത്ഥം പോലും അങ്ങനെ അവരോടെന്തെങ്കിലും ചോദിക്കാൻ നിന്നവൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമ 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല, തള്ളും. 40 ദിവസം നിസ്കരിച്ച 200 വഖത്ത് നിസ്കാരം ബാത്തിലാണ്, എന്റെ കൂലിയാണ്. എന്തിന്? വെറുതെ ഒന്ന് നോക്കുക എന്ന് പറയുന്നവനോട് കാര്യമായി പറയണം. എന്നാൽ അവനിൽ വിശ്വസിക്കുകയും അവൻ പറയുന്നത് അംഗീകരിക്കുകയും അതിന് വേണ്ട പരിഹാരക്രിയകൾക്ക് നെട്ടോട്ടമോടുകയും ചെയ്താലോ അതിന്റെ വിധി വേറെ. മന്നത്താ കാഹിനൻ ഔ അറാഫൻ, ആരെങ്കിലും ഇത്തരത്തിലുള്ള ഈ രൂപത്തിലുള്ള തട്ടിപ്പുകാരെ സമീപിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറഞ്ഞതവൻ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് ഇറക്കി കൊടുത്തിട്ടുള്ള റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിൽ അവൻ കാഫിറാണ്. ഇസ്ലാം എന്ന് പുറത്തുപോയി, അവന് ഇസ്ലാമിന് സ്ഥാനമില്ല, സത്യനിഷേധിയായി മാറിയവൻ എന്നാണ്. വളരെ ഗൗരവമാണ് സുഹൃത്തുക്കളെ.